വിരുദ്ധാഹാരങ്ങൾ കേൾക്കുമ്പോൾ ഒട്ടും ലോജിക്ക് തോന്നാറില്ല അല്ലെ? എന്താണ് ഈ കോൺട്രവേഴ്സിയൽ ഫുഡ്? മീനും തൈരും ഒരുമിച്ച് കഴിച്ചുകൂടാ. എല്ലാവരും പറയും, നമ്മുടെ ചെറുപ്പം മുതൽ നമ്മളുടെ വീട്ടിലുള്ള കാരണവന്മാർ പറഞ്ഞു തരും മീനും തൈരും ഒരുമിച്ച് കഴിച്ചുകൂടാ, പാലും ഫ്രൂട്ട്സും ഒരുമിച്ച് കഴിച്ചുകൂടാ പറയും എല്ലാവരും. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഈ ജനറേഷനിലുള്ളവർക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യനിങ് ആണ്. എന്റെ ചോദ്യം, അല്ലെങ്കിൽ ഞാൻ കേട്ടുവരുന്ന കുറെ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് മീനും തൈരും ഒരുമിച്ച് കഴിച്ചുകൂടാ? എന്തുകൊണ്ട് പാലും ഫ്രൂട്ട്സ് ഒരുമിച്ച് കഴിച്ചുകൂടാ? അതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. കേട്ടു നോക്കുക, ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ജീവിതത്തിൽ പാലിക്കുക. മീനും തൈരും ഒരുമിച്ച് കഴിച്ചാൽ അത് ദഹിക്കാൻ വളരെയധികം സമയമെടുക്കും. അത് ദഹിക്കാൻ ചിലവരുടെ ശരീരപ്രകൃതത്തിൽ അത് ദഹിക്കുകയില്ല. ആ ദഹിക്കാതെ നിൽക്കുന്ന അത്രയും സമയം അത് ശരീരത്തിൽ ഒരു ടോക്സിനാണ്, എന്ന് പറഞ്ഞാൽ അതൊരു വിഷമാണ്. അതുകൊണ്ടാണ് അതിനെ വിരുദ്ധാഹാരം എന്ന് പേരിട്ട് വിളിക്കുന്നത്. കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം എടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ മാനിഫെസ്റ്റേഷന് ശേഷമോ ദഹിച്ചു പോയേക്കാം. പക്ഷേ അത് ഒരു രോഗാവസ്ഥയിൽ എത്തിയതിനു ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതിനു ശേഷമായിരിക്കാം അത് ശരീരത്തിൽ പ്രകടമാകുന്നത്. അതുകൊണ്ട് വിരുദ്ധാഹാരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്.